ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇതൊരു കുട്ടി വ്ളോഗായിട്ടാണ് വന്നിരിക്കുന്നത്. വേറെ ഒന്നുമില്ല, നമ്മുടെ പൈനാപ്പിളൊക്കെ നല്ല അടിപൊളിയായിട്ട് പഴുത്ത് വിളഞ്ഞ് ഇരിപ്പുണ്ട്. അപ്പോൾ ഇതെല്ലാം നമുക്കിന്ന് ഗ്രാമീൺ സെൻറ്ററിൽ കൊടുക്കണം. അപ്പോൾ കുറച്ച് ഏത്തക്കൊലകളും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയും ദിവസം മഴയൊക്കെ ആയതുകൊണ്ട് തന്നെ കുറേ വാഴയൊക്കെ ഒടിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അപ്പം അതിൽ നല്ല വിളഞ്ഞ കൊല നോക്കി ഞങ്ങൾ വെട്ടിയെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന്ന് ഗ്രാമീൺ സെൻറ്ററിൽ കൊണ്ടു കൊടുക്കണം. കൊട്ടാരക്കര പുലമൺ ജംഗ്ഷനിലുള്ള ഗ്രാമീൺ സെൻറ്ററിലാണ് കൊണ്ടു കൊടുക്കുന്നത്. അപ്പോൾ ഇന്ന് എൻ്റെ കൂടെ ഇത് കൊടുക്കാൻ പപ്പയും കൂടെ വരുന്നുണ്ട്. അപ്പോൾ ഞാനും പപ്പയും കൂടെ അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അത്യാവശ്യം നല്ല വലിപ്പമുള്ള പൈനാപ്പിളായിരുന്നു കേട്ടോ ഇപ്രാവശ്യം കിട്ടിയിട്ടുള്ളത്. കുറച്ചൊക്കെ മാത്രമേ ഉള്ളൂ കുറച്ച് വലിപ്പമൊക്കെ കുറഞ്ഞു പോയിട്ടുള്ളത്. അതൊക്കെ നമ്മൾ വീട്ടാവശ്യത്തിന് എടുത്തിട്ടുണ്ടേ. എന്തുമായാലും ഇന്ന് നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു. കാര്യം മഴയൊക്കെ അങ്ങോട്ട് മാറി അത്യാവശ്യം വെയിലൊക്കെ ഉണ്ടായിരുന്നു. ഒരാഴ്ച വരെ എന്തൊരു മഴയും കാറ്റും ഒക്കെ ആയിരുന്നു. കാറ്റത്തൊക്കെ ഒത്തിരിയും വാഴകളൊക്കെ ഞങ്ങളുടെ ഒടിഞ്ഞു പോയി കേട്ടോ. ഒത്തിരി നഷ്ടങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഗ്രാമീൺ സെൻറ്റർ. അപ്പോൾ ഇവിടെ നമുക്കിതെല്ലാം കൊണ്ട് കൊടുത്ത് റേറ്റൊക്കെ എങ്ങനെ ഉണ്ടെന്ന് നോക്കിയിട്ട് വരാം. അത്യാവശ്യം എല്ലാ ഐറ്റം നാടൻ പച്ചക്കറികളെല്ലാം കിട്ടുന്നൊരു അവൈലബിൾ ആയിട്ടുള്ളൊരു കടയാട്ടോ ഈ ഗ്രാമീൺ സെൻറ്ററിൽ. ചക്ക ആയാലും ചീനി ആയാലും നമ്മുടെ നാട്ടിലുള്ള എല്ലാ നാടൻ വിഭവങ്ങളും ഇവിടെ കിട്ടും കേട്ടോ. ഇവരെല്ലാം പുറത്ത് തമിഴ്നാട്ടിലുള്ള ഐറ്റങ്ങളൊന്നും ഇവിടെ അധികം കച്ചവടം ചെയ്യാറില്ല. നമ്മുടെ നാട്ടിൻ പ്രദേശത്തൊക്കെ ഉള്ളത് തന്നെ ഇവിടെ കച്ചവടം ചെയ്യുന്നത്. അപ്പം അവർ എല്ലാം നമ്മൾ കൊണ്ടു കൊടുക്കുന്നതെല്ലാം അവർ ചെക്ക് ചെയ്തിട്ടൊക്കെ ഇങ്ങനെ ഒരു ബോക്സിനകത്തിട്ട് വെച്ച് വെയിറ്റ് ചെക്ക് ചെയ്യാണ് കേട്ടോ. 14 കിലോയോളം ഉണ്ടായിരുന്നു നമ്മുടെ കൈതച്ചക്ക. പിന്നെ നമ്മുടെ ഏത്തക്കൊലയും അതുപോലെ തൂക്കിയെടുക്കുകയാണ്. നല്ല ഒത്തിരിയും കൊലകളും വാഴക്കൂമ്പ് പിന്നെ വാഴപ്പിണ്ടി എല്ലാ ഐറ്റങ്ങളും ഇവിടെ കിട്ടും. അപ്പോൾ റേറ്റൊക്കെ ഇട്ട് തന്നിട്ടുണ്ട്. പൈനാപ്പിളിന് ഇപ്പോൾ കുറച്ച് വില കുറവാണ് കേട്ടോ. സീസൺ കഴിഞ്ഞതുകൊണ്ടായിരിക്കും. കിലോയ്ക്ക് 25 രൂപ അങ്ങനെ മറ്റേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ പൈനാപ്പിൾ കുറച്ച് നഷ്ടമായിപ്പോയി. അപ്പോൾ ഞങ്ങൾ അതിനെയൊക്കെ പറ്റി പറയുമായിരുന്നു. ഇപ്പം കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് 60 രൂപയോ അടുപ്പിച്ചൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു പൈനാപ്പിളിന്. പക്ഷേ ഇപ്പോൾ ഒത്തിരി റേറ്റ് കുറഞ്ഞു പോയി. അത് ഈ മഴക്കാലമൊക്കെ ആയതുകൊണ്ടായിരിക്കും. ഇനി ഞങ്ങളൊരു ചായയും ഒരു ഉഴുന്നുവടയൊക്കെ കഴിച്ചിട്ട് ഇന്ന് വീട്ടിലോട്ട് പോവുകയാണേ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. ബായ്.